50 വയസ്സ് കഴിഞ്ഞ കിളവന്മാരും കളവികളുമാണ് ഇന്നും ഭാവി തീരുമാനിക്കുന്നത്. പക്ഷെ അത് തീരുമാനിക്കുന്ന ആരുടെ ഭാവിയാ? അവരുടെ ഭാവിയാണോ? അതോ നമ്മുടെ ഭാവിയാണോ? 2050 രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭാവി എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നത് 2030 പോലും തേക്കാൻ സാധ്യതയില്ലാത്ത അത്രയും പ്രായമുള്ള ആളുകളാണ്. അത് ശരിക്കും നീതിയാണോ? ഇനി പറയാനുള്ളതും ചർച്ച ചെയ്യാനുള്ളതും ഒരേ ഒരു കാര്യം മാത്രമാണ്. രാഷ്ട്രീയത്തിൽ 50 വയസ്സിന് മേളിൽ പ്രായമുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്ന കാലം അവസാനിപ്പിക്കണം. ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ള ഇമോഷണൽ ഡയലോഗൊന്നും തൽക്കാലം നമ്മൾ എടുക്കുന്നില്ല. കാരണം ബോധമില്ലാത്തവർക്കും പ്രായം കൂടും. അതുകൊണ്ട് പ്രായമായിരിക്കരുത് ബഹുമാനത്തിനുള്ള മാനദണ്ഡം. അച്ഛനെയോ അധ്യാപകരെയോ ഒക്കെ ബഹുമാനിക്കാം. പക്ഷേ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കണമെങ്കിൽ എനർജി വേണം, വിഷൻ വേണം, ഫ്യൂച്ചർ തിങ്കിങ് വേണം. 50 വയസ്സ് കഴിഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? ഇനി എത്ര കാലം കൂടെ ജീവിച്ചിരിക്കും, ഇല്ലെങ്കിൽ ഇനി എത്ര കാലം കൂടെ രാഷ്ട്രീയത്തിൽ കാണും, അതിനുള്ളിൽ എങ്ങനെ സേഫ് ആക്കാനുള്ള കാര്യങ്ങൾ ഊറ്റിയെടുക്കാം എന്നുള്ള ചിന്തയായിരിക്കും എൻ്റെ മനസ്സിൽ. പക്ഷേ ഒരു 25 വയസ്സുള്ള ഒരാളുടെയോ അവൻ്റെ ജീവിതം മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അവൻ്റെ ചിന്തകളിൽ അതിനുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇന്നത്തെ രാഷ്ട്രീയം എന്താണ്? AI, സ്റ്റാർട്ടപ്പ് എക്കോണമി, ഡിജിറ്റൽ സർവേലൻസ്, ക്ലൈമറ്റ് ക്രൈസിസ്, ഗ്ലോബൽ കോമ്പറ്റീഷൻ. പക്ഷെ നിയമസഭയിൽ ഇരിക്കുന്നതോ ലാൻഡ് ലൈൻ ഫോണിൻ്റെ കാലത്ത് രാഷ്ട്രീയം പഠിച്ച ആൾക്കാർ. 65 വയസ്സുള്ള ഒരാൾക്ക് ഒരു സോഷ്യൽ മീഡിയ അൽഗോരിതത്തിനെ കുറിച്ച് അറിയാവോ? ക്രിപ്റ്റോയെ കുറിച്ച് അറിയാവോ? ഫ്യൂച്ചർ എക്കോണമി എങ്ങനെ സേഫ് ആക്കണമെന്നറിയാവോ? ഇതൊന്നും അറിയില്ല. പക്ഷെ ഇവരാണ് നമ്മുടെ തൊഴിൽ നയം തീരുമാനിക്കുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ രീതി തീരുമാനിക്കുന്നത്. ഇതൊരു തമാശയായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ ലോകത്തേക്ക് കണ്ണ് തുറന്ന് നോക്ക്. 35 വയസ്സിന് താഴെയുള്ള എത്ര പേര് എവിടെയൊക്കെ രാജ്യങ്ങൾ ഭരിക്കുന്നുണ്ട്? എന്നിട്ട് ആ രാജ്യങ്ങൾ തകർന്നു പോയോ? ഇല്ല, അവിടെ വലിയ മാറ്റങ്ങളുണ്ടായി. ഇവിടെ ഈ കിളവന്മാർ പുതിയ തലമുറയോട് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അനുഭവജ്ഞാനം കുറവാണെന്നല്ലേ? പരിചയമില്ലായ്മയാണോ അവരുടെ പ്രശ്നം, അതോ അധികാര കസേരയോടുള്ള ആർത്തിയാണോ? എല്ലാ പാർട്ടികളും എന്താണ് ചെയ്യുന്നത്? ഏതെങ്കിലും യുവാക്കളെ പിടിച്ചിട്ട് യൂത്ത് വിങ് പ്രസിഡന്റ് സ്ഥാനം അങ്ങോട്ട് കൊടുക്കും, കഴിഞ്ഞു. പക്ഷെ കസേര കയറിയിരിക്കുന്നതോ ഈ കിളവന്മാർ തന്നെ. പോലീസിന് റിട്ടയർമെന്റ് ഉണ്ട്, ജഡ്ജിക്ക് റിട്ടയർമെന്റ് ഉണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരെ റിട്ടയർമെന്റ് ഉണ്ട്. ഇവന്മാർക്കോ ചാകുന്നതിന് വരെ കസേരയിരിക്കാം. ഇത് സേവനമാണോ അതോ അധികാര ലഹരിയാണോ? 60ഉം 70ഉം വയസ്സ് കഴിഞ്ഞവർക്ക് രാഷ്ട്രീയം എന്നുള്ളത് അവരുടെ അവസാന കാല അഭിമാനമാണ്. 25 വയസ്സുള്ളവൻ അതൊരു പോരാട്ടമാണ്. അവനാണ് മുന്നോട്ട് ഈ നാട്ടിൽ ജീവിക്കേണ്ടത്. അവിടെ ഉണ്ടാകുന്ന നന്മയും തിന്മയും ബാധിക്കുന്നത് ഇവനെയാണ്. നമുക്ക് നല്ല ജോലി വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, ഭാവി സുരക്ഷിതമാകണം. പക്ഷെ നിയമസഭയിൽ ഇരിക്കുന്ന ഈ കുഴിമാടങ്ങൾക്കോ അവൻ്റെ മകനും കൊച്ചുമകനും ഒക്കെ ഓൾറെഡി സെറ്റിലാണ്. അവരാരും നമ്മുടെ ഫ്യൂച്ചർ പെയിൻ അനുഭവിക്കില്ല. അതാണ് സത്യം. ഇനി വേറൊരു കാര്യം പറയാം. പലരും ഈ രാഷ്ട്രീയത്തിൽ വരുന്നത് സേവനം ചെയ്യാനുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടൊന്നുമല്ല. ഇൻഫ്ലുവൻസും പ്രൊട്ടക്ഷനും പാരമ്പര്യമൊക്കെ നിലനിർത്താൻ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കൂ, രാഷ്ട്രീയത്തിൽ എത്ര യുവാക്കളുണ്ട്. ഇവന്മാരുടെയൊക്കെ പണി എന്താ? റാലിക്ക് പോവുക, പോലീസിന്റെ ഏറ് കൊള്ളുക, പീരങ്കിക്കകത്തുനിന്ന് വെള്ളം വരുന്നതിനകത്ത് കുളിക്കുക, പോസ്റ്റർ ഒട്ടിച്ച് നടക്കുക, സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുക. ഇതല്ലാതെ എന്തിനാ കൊള്ളുന്നേ? ഇതെല്ലാം ചെയ്താലും ടിക്കറ്റ് ആർക്കാ കിട്ടുന്നേ? ഈ കിളവന്മാർക്ക്. ഇതാണോ ജനാധിപത്യം? ഇത് രാഷ്ട്രീയ വൃദ്ധസദനമാണ്. 50 കഴിഞ്ഞവരെയൊക്കെ ഈ ഇലക്ഷനിൽ നിന്ന് ചവിട്ടി പുറത്താക്കണമെന്നേ, ചുരുട്ടിക്കൂട്ടി എറിയണം. പക്ഷെ അത് പറഞ്ഞാൽ പറയും അനുഭവം എന്ന് പറയുന്ന സാധനം വിലപ്പെട്ട എന്തോ വാഴയ്ക്കാണെന്ന് പറയും. കക്ഷി രാഷ്ട്രീയത്തിൽ കടന്ന് കടവറങ്ങിയ തഴമ്പ്. ശരി, മെന്റർ ആയിക്കോ, അഡ്വൈസർ ആയിക്കോ, സ്റ്റിയറിംഗ് വീല് പിള്ളേർക്ക് കൊടുക്കണം. ഈ രാജ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ട്രെയിൻ ആണെന്ന് വിചാരിക്കുക. എഞ്ചിൻ റൂമിൽ ഉണ്ടാകേണ്ടത് 25, 30 അല്ലെങ്കിൽ 40 വയസ്സിന് താഴെയുള്ള ആൾക്കാർ തന്നെയാണ്. ഈ പ്രായമായവരൊക്കെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അഡ്വൈസ് കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി. 75 വയസ്സുള്ള ഒരാൾ MLA ആയിട്ട് വരുമ്പോൾ അയാൾ അടുത്ത 5 വർഷം മാത്രമേ കാണുള്ളൂ. 25 വയസ്സുള്ള ഒരുത്തൻ MLA ആയിട്ട് വന്നാലോ അവൻ ഭാവിയിലോട്ടുള്ള 40 വർഷത്തിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഭാവി എന്ന് പറയുന്ന യുവാക്കളുടെ കയ്യിലാണ് ഉണ്ടായിരിക്കേണ്ടത്.
പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനൊരു സിസ്റ്റം, ഈ ഒരു തുടർച്ച പോകാൻ കാരണം ഈ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള യുവാക്കൾ തന്നെയാ, അല്ലെങ്കിൽ യുവ രാഷ്ട്രീയക്കാരെ, യുവ നേതാക്കന്മാർ തന്നെയാ. നിങ്ങൾക്ക് പേടിയാണ്. ഇവരെ എങ്ങനെ മാറ്റും എന്നുള്ള പേടി. ഈ പ്രായമായ കാരണവന്മാരെ മാറ്റണം, ഇറങ്ങി പോകാൻ പറയണം. എല്ലാ പാർട്ടിക്കും കൃത്യമായിട്ട് അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ 40 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണം 75% ടിക്കറ്റിലും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞൊരു സിസ്റ്റം വരണം. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ തീരുമാനിക്കാതെ ഒന്നും ഈ പറയുന്ന ഈ കിളവന്മാരുടെ പരിപാടി തീരുകയല്ല. ഞാൻ ഈ പറയുന്നത് കേട്ട് ചിലപ്പോൾ ചൊറിയുമായിരിക്കും. ചൊറിഞ്ഞോട്ടെ, കുഴപ്പമില്ല. സത്യം പറയുമ്പോൾ വെച്ചിട്ട് ചൊറിച്ചിലൊക്കെ നല്ലതാ. മാറിയിരുന്നങ്ങ് ചൊറിഞ്ഞാൽ മതി. ഈ 50ഉം 60ഉം വയസ്സായവന്മാരുടെ കയ്യിൽ രാഷ്ട്രീയത്തിന്റെ സ്റ്റിയറിംഗ് കൊടുത്താൽ നമ്മുടെ ഭാവി ഈ കിളവന്മാരുടെ അവസാന രാഷ്ട്രീയ അഭിമാനത്തിന് വേണ്ടിയിട്ട് ബലിയാടായി പോകും. മുന്നോട്ട് ഇനി വരേണ്ടതെല്ലാം യുവാക്കൾ തന്നെയാണ്. ഈ പ്രായമായവരെ ഒന്നെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, ഇല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഈ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ഈ പറയുന്ന ടിക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തണം. എന്തിനാണ് ഇത്രയും പ്രായമായ ആൾക്കാർ? ഇവരുടെ രോഗം ചികിത്സിക്കാനല്ലേ ഇവിടെ ഫണ്ടുള്ളൂ. അസുഖം ചികിത്സിക്കാനാണോ MLA-യും MP-യും മന്ത്രിമാരും ഒക്കെ ആകുന്നത്? നിങ്ങളെ ചികിത്സിക്കലാണോ ഞങ്ങളുടെ പരിപാടി? അസുഖം ആർക്ക് വരും എന്ന് വെച്ച് ഈ ഇത്രയും പ്രായമായ ആൾക്കാർ നാളെയോ നാളെ കഴിഞ്ഞോ എന്ന് പറഞ്ഞ് കാലിൽ കാണാൻ ഒളിച്ചിരിക്കുന്ന ടീമിനെയൊക്കെയാണോ വെക്കണ്ടേ? രാജ്യം യുവതലമുറയ്ക്ക് വേണ്ടി നൽകിയില്ലെങ്കിൽ ഈ രാജ്യം നശിച്ച് നാറാണക്കല്ലേ പിടിച്ചു പോകും. ഞാൻ ഈ പറയുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ് തോന്നിയാൽ, ഈ വീഡിയോ യൂത്തിനിടയ്ക്കിലോട്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യുവാക്കൾ ശബ്ദം ഉയർത്താൻ മാത്രമേ ഈ കസേരകൾ അനങ്ങുള്ളൂ. അല്ലെങ്കിൽ ഇതിന് കാലാകാലം തുടർന്നുകൊണ്ടിരിക്കും. ഈ നശിച്ച് നാറാണക്കല്ലെടുത്ത കിളവന്മാരുടെ രാഷ്ട്രീയ ബോധം കൊണ്ട് വേണം ഇനി നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ. അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക.